വഴിപാട് വീട്ടിൽ ചെന്ന് വാങ്ങിയ കഥ നിങ്ങൾക്കറിയാമോ? ഗുരുവായൂർ ക്ഷേത്രത്തിനരികെ ഒരു മുത്തശ്ശിയും കൊച്ചുമകനും താമസിച്ചിരുന്നു. കൊച്ചുമകന് ഉദര സംബന്ധമായ അസുഖം ബാധിച്ചിരുന്നു. ഉണ്ണിയുടെ അസുഖം മാറിയാൽ ഗുരുവായൂരപ്പന് പാൽപ്പായസം വഴിപാടായി നൽകാമെന്ന് നേർന്നു. അങ്ങനെ ഉണ്ണിയുടെ അസുഖം ഭേദമായി. പക്ഷേ ഭഗവാന് നേർന്ന വഴിപാട് കൊടുക്കാൻ മുത്തശ്ശി മറന്നുപോയി. അങ്ങനെ കുറച്ചു നാളുകൾക്ക് ശേഷം ഒരു വൈകുന്നേരം ഒരു കൊച്ചുകുട്ടി വീടിന്റെ വാതിലിൽ മുട്ടി. അമ്മേ, എനിക്ക് വിശക്കുന്നു എന്ന് ആ കുട്ടി പറഞ്ഞു. അന്നത്തെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടിലായിരുന്ന മുത്തശ്ശി ഒന്ന് വിഷമിച്ചു. കുട്ടിക്ക് എന്ത് കൊടുക്കുമെന്നായിരുന്നു ചിന്ത. ആകെയുള്ള കുറച്ച് അരിയെടുത്ത് കുട്ടിക്ക് മധുരമുള്ള ഒരു പായസം ഉണ്ടാക്കി നിറഞ്ഞ മനസ്സോടെ കുട്ടിക്ക് നൽകി. പുഞ്ചിരിച്ചുകൊണ്ട് പായസം കഴിക്കുന്ന കുട്ടിയെ കണ്ടപ്പോൾ സാക്ഷാൽ ഗുരുവായൂരപ്പനെ തന്നെ മുത്തശ്ശി കണ്ടു. മനോഹരമായ ഒരു മൽപ്പീലി നൽകി കുട്ടി പെട്ടെന്ന് മറഞ്ഞു. ഒട്ടും താമസിക്കാതെ മുത്തശ്ശി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. നടന്ന കാര്യങ്ങൾ പൂജാരിയോട് പറഞ്ഞു. സാധാരണയായി തണുത്തിരിക്കുന്ന ഭഗവാന്റെ വിഗ്രഹം അന്ന് വൈകിട്ട് ചൂടുള്ളതായി അനുഭവപ്പെട്ടിരുന്നു. അതിനർത്ഥം ഭഗവാൻ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് വിശ്വാസം. ഇത് കേട്ട മുത്തശ്ശി നടക്കിൽ നിന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ പൂജാരി പറഞ്ഞു, മുത്തശ്ശി എന്തിനാണ് വിഷമിക്കുന്നത്? ഗുരുവായൂരപ്പൻ മുത്തശ്ശിക്ക് അരികിലേക്ക് എത്തിയില്ലേ? യഥാർത്ഥ ഭക്തി ഹൃദയത്തിലാണ്, ആചാരങ്ങളിലല്ല.